എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അജൽ മാഷാണ്. ഇന്ന് നമ്മള് ഒരു പാരന്റിന്റെ കോൾ അനുസരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ഒരു പാരന്റ് പറഞ്ഞൊരു കാര്യമാണ്, സാറേ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളാണ് ആര് പറഞ്ഞു കഴിഞ്ഞാലും നല്ല കോളേജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് കേട്ട് മടുത്തു. ആരെടുത്ത് പറഞ്ഞാലും NIRF റാങ്കിങ് പറയുമ്പോൾ അപ്പന്നെ CET ആണ് നല്ല കോളേജ് എന്ന് പറയും. നമ്മൾ എല്ലാ സാധാരണക്കാരായ ആൾക്കാർക്ക് അവിടെ പഠിക്കാൻ പറ്റും. അത് കാരണം കൊണ്ട് സാറേ എല്ലാ കോളേജിനെ കുറിച്ച് പറയുന്നതിനോടൊപ്പം തന്നെ നമുക്ക് പറ്റിയ നമ്മുടേതായിട്ടുള്ള കുറച്ച് കോളേജുകളെ കുറിച്ച് പറയാനായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ അവരുടെ ആവശ്യം വളരെ ന്യായമായിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ ടോപ്പായിട്ടുള്ള കോളേജ് എന്ന് പറയുമ്പോൾ NIRF റാങ്കിങ് നോക്കും, ഓട്ടോമാറ്റിക്കലി നമ്മൾ CET നല്ല കോളേജാന്ന് പറയും അല്ലെ. മാത്രമല്ല അതിന്റെ താഴെ കണ്ട് നമ്മൾ പറയും തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് അഥവാ TKM എഞ്ചിനീയറിംഗ് കോളേജ്, അല്ലെങ്കിൽ പിന്നെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര, അല്ലെങ്കിൽ നമുക്ക് കോതമംഗലത്തുള്ള MA കോളേജ്. ഇതൊക്കെയാണ് ടോപ്പ് കോളേജ് എന്ന് പറയപ്പെടുന്നത് കമ്പ്യൂട്ടർ സയൻസിന് റാങ്കിങ് ഒക്കെ നോക്കിയിട്ട് അല്ലെ. അപ്പൊ അതല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വാശ്രയ മേഖലയിലുള്ള കോളേജുകൾ, ഇപ്പം സൂപ്പർ കമ്പ്യൂട്ടർ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള നമ്മുടെ സസ്പെൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു കോഴ്സ് നമ്മൾ പഠിക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത് എന്താ, നമുക്ക് ഇത് കഴിഞ്ഞിട്ടൊരു ജോലി കിട്ടണം. ജോലി കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്ലേസ്മെന്റ് ഉണ്ടാവണം അല്ലെ. നല്ല പ്ലേസ്മെന്റ് ഉണ്ടാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മെട്രോ നഗരത്തിന്റെ അടുത്തായിരിക്കണം. അപ്പൊ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് IHRDയുടെ കോളേജാണ്, തൃക്കാക്കരയുള്ള കോളേജാണ്. തീർച്ചയായിട്ടും എറണാകുളത്തിലുള്ള ഒരു കോളേജ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്തുകൊണ്ടും കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു കോഴ്സ് തെരഞ്ഞെടുക്കാൻ പറ്റിയിട്ടുള്ള ദ ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുമ്പോൾ നമുക്ക് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര ഒരു ഓപ്ഷനാണ്. അതേപോലെ നമ്മളുടെ ഈ എല്ലാ തരത്തിലുള്ള സോഫ്റ്റ്വെയർ കമ്പനികളും ഉള്ള നമ്മളുടെ തിരുവനന്തപുരത്താണെങ്കിൽ ടെക്നോ പാർക്ക് ഉണ്ട് അല്ലെ. അതുപോലെ നമുക്ക് ഇൻഫോ പാർക്ക് നമ്മളൊക്കെ എവിടെയല്ലേ, നമുക്ക് കൊച്ചിയിലാണ്, കൊച്ചി കാക്കനാടാണ് അല്ലെ. അപ്പൊ അതിന്റെ അടുത്തുള്ള ക്യാമ്പസ് എന്ന് പറയുന്നതാണ് രാജഗിരി കോളേജ് അല്ലെ. അപ്പൊ രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നടന്നിട്ട് ഇൻഫോ പാർക്കിന്റെ ഉള്ളിലേക്ക് കയറി പോവാം. അപ്പൊ അവിടെയൊക്കെ എന്തുണ്ട്, ഈ പറയുന്ന പോലെ ടെക് പാർക്സ് വളരെ അടുത്തായതുകൊണ്ട് തന്നെ ടൈപ്പ് ഉണ്ടാവാനും അവിടെ ജോലി കിട്ടാനുള്ള ചാൻസും എക്സ്പോഷർ എല്ലാം വളരെ അധികമാണ്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഒരു കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ പറ്റിയൊരു കോളേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജ് നല്ല ഒരു ഓപ്ഷനാണ്. സ്വാശ്രയ കോളേജാണ്, പള്ളിയിൽ തച്ചന്മാരാണ്. അപ്പൊ നമ്മളുടെ മുകേഷ് പറഞ്ഞോളും വിളച്ചിലെടുക്കല്ലേ എന്നുള്ള രീതിയിൽ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ അത് നല്ലൊരു ഓപ്ഷനാണ്. ഇനി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ കാര്യം അല്ലെ. അപ്പൊ ഫെഡറൽ ബാങ്ക് അവരുടെ ഓഫീസേഴ്സിന്റെ അസോസിയേഷൻ നടത്തുന്ന മൂക്കന്നൂര് അങ്കമാലി എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് ഫിസാറ്റ് ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. ഈ ക്യാമ്പസിൽ നമ്മൾ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിന്റെ അടിയിലൂടെ ഒരു കമ്പ്യൂട്ടർ ലാബാണ്, അവിടെ സൂപ്പർ കമ്പ്യൂട്ടർ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പൊ കമ്പ്യൂട്ടേഴ്സ് നല്ല രീതിയിലുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കോൺഫിഗറേഷൻ ഒക്കെ ഉള്ള ഒരു കമ്പ്യൂട്ടർ ലാബ് അടിപൊളിയായിട്ടുണ്ടെങ്കിലാണ് നമ്മളുടെ കമ്പ്യൂട്ടറിന്റെ ഹയർ എഡ്യൂക്കേഷൻ സൂപ്പറാവുക അല്ലെ. അവിടെ MTech ഉണ്ട് കമ്പ്യൂട്ടർ സയൻസ്. അപ്പൊ ഫെഡറൽ ബാങ്കിന്റെ ഒരു കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനാണ്. മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗവൺമെന്റ് കോളേജുകൾ അതല്ലാതെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ എറണാകുളത്ത് തന്നെ മുത്തൂറ്റിന്റെ ഒരു കോളേജ് ഉണ്ട് അല്ലെ, മുത്തൂറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെ. ആ കോളേജും നമുക്ക് BTech കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫെസിലിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത നല്ല ക്യാമ്പസ് ആണ് മുത്തൂറ്റിന്റെ ക്യാമ്പസ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റാം. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഹൈടെക് ആയിട്ടുള്ള, അതായത് ഏറ്റവും കൂടുതൽ NIRF റാങ്കിങ്ങിന്റെ താഴെ കണ്ടുള്ള കോളേജുകൾ എഞ്ചിനീയറിംഗ് കോളേജ് ആയാലും നല്ലത് ഏതൊക്കെയാണ് എന്ന് ചോദിക്കുന്ന ചില ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അടുത്ത
ഒരു ടയർ 2 എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് പറയാം, നമുക്ക് RIT കോട്ടയം അല്ലെ, നമുക്ക് ഗവൺമെന്റ് കോളേജാണ്, നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെയാണ്, അത്രയധികം പഴക്കമില്ലെങ്കിൽ പോലും എന്താണ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോളേജാണ്, ഗവൺമെന്റ് കോളേജായിട്ട് വരാം. ഇതല്ലാതെ നമുക്ക് എയ്ഡഡ് മേഖലയിൽ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് ഭാഗത്ത് NSSന്റെ കോളേജ് ഉണ്ട്. NSSന്റെ കോളേജ് അതുപോലെ തന്നെ അവിടെ ഗവൺമെന്റ് കോളേജ് ശ്രീകൃഷ്ണപുരത്തും ഉണ്ട് അല്ലെ. അപ്പൊ പാലക്കാട് സൈഡിലുള്ള ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻസ് നോക്കാനായിട്ട് പറ്റും. ഇനി കോഴിക്കോട് ഭാഗത്തുള്ള ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ഓൾറെഡി നമുക്കറിയാം അവിടെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, അവിടെയും നമുക്ക് നല്ല ഒരു ഓപ്ഷനാണ്. പിന്നെ നമുക്ക് എന്താണ് ഈ പറയുന്ന പോലെ ഇടുക്കിയിലും അതുപോലെ തന്നെ വയനാട് ഭാഗങ്ങളിലും നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും നല്ല രീതിയിൽ നമുക്ക് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. ഇടുക്കി പൈനാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്. അതുപോലെ വയനാട് മാനന്തവാടി എന്ന് പറയുന്ന സ്ഥലത്താണ് എഞ്ചിനീയറിംഗ് കോളേജ് ഉള്ളത്. അപ്പൊ നല്ല കോളേജസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ നല്ല കോളേജ് മനസ്സിലാക്കാൻ പറ്റാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല കോളേജ് എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്ലേസ്മെന്റ് നല്ല രീതിയിലായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് അവിടെ നേരിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, നിങ്ങളുടെ സീനിയേഴ്സ്, അവരുടെ അടുത്ത് കുറെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ ഐഡിയാസ് കിട്ടും അല്ലെ. ഇത് മാത്രമല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അവിടെ ഒരു പ്ലേസ്മെന്റ് ഓഫീസർ ഉണ്ട്, പ്ലേസ്മെന്റ് സെല്ല് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ വാതിൽ തുറന്നിട്ട് ആ സാറിനെ കണ്ടില്ലെങ്കിലും അവിടെ നോട്ടീസ് ബോർഡിൽ തന്നെ ഓരോ വർഷത്തെയും പ്ലേസ്മെന്റ് ഏതൊക്കെ കമ്പനികളാണ് വന്നിട്ടുള്ളത്, എത്ര ആൾക്കാരെയാണ് റിക്രൂട്ട് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയും വളരെ ക്ലിയർ കട്ടായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടാവും. പ്ലേസ്മെന്റ് ഓഫീസറിനെ പോയി കാണാം, നിങ്ങൾക്ക് സംസാരിക്കാം അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് നല്ല കോളേജ് എന്നുള്ള ഒരു മെട്രിക്സ് നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും ഇനിയും കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ നിങ്ങൾക്ക് വിളിക്കാം. എന്റെ കോൺടാക്ട് നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാണ്, 9188142143. നമ്പർ ഒരിക്കൽ കൂടി 9188 142 143. ഓക്കെ, ദെൻ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഓൾ.